പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അനാമി, നമ്മളിപ്പോൾ ഏത് കാവിലുള്ളത്? ശ്രീ കൂറമ്പ ഭഗവതി ക്ഷേത്രം. നമ്മൾ എന്തിനാ അവിടെ പോയത്? ശാരങ്കാട്ടിന്റെ കലശം എടുക്കലാണ് ഇന്ന്. യെസ്. അപ്പോൾ എൻ്റെ അനിയൻ ഇവിടുത്തെ അമ്പലത്തിൽ നിന്ന് കലശം എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഈ കാവിൽ പോയത്. പിന്നെ ലാസ്റ്റത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് ലാസ്റ്റത്തെ ഈ വർഷത്തെ തെയ്യം വ്ളോഗ്. പക്ഷെ അതല്ല, ഇതാണ്. ഈ വീഡിയോ ഞാൻ എടുത്തിട്ട് കുറേയായി എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് വോയിസ് ഓവറുടെ മടി കൊണ്ട് ഇത് അവിടെ തന്നെ ഇട്ടതാണ്. അപ്പോൾ ഇനിയും ലേറ്റായി ശരിയാവില്ല എന്നതുകൊണ്ട് ഇത് ഞാൻ വേഗം തന്നെ അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ അതേ അവിടെ എല്ലാവരും കലശം എടുത്ത് പ്രദക്ഷിണം വെക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നല്ല തിരക്കുണ്ടായിരുന്നു. എങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആൾക്കാരെ മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. ശരിയല്ലേ, കുറേ ആൾക്കാരുണ്ടായിരുന്നു. അനാമി ആപ്പനന്തി ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ട്വിന്നിങ് ആയിരുന്നു. നിങ്ങൾ അറിഞ്ഞോണ്ടിട്ടതാ? അല്ല, ഞാൻ അറിഞ്ഞിട്ടൊന്നുമില്ല. എൻ്റെ അച്ഛൻ ഇങ്ങനെ ഇടും. അപ്പത്തേ കലശമൊക്കെ എടുത്തത് രണ്ടുപേരും വരുന്നുണ്ട്. അതിനിടെ ഞാനും ചിന്നേച്ചിയും പോയിട്ട് നല്ല ഉപ്പിലിട്ട കൈത ചക്കയും വാങ്ങിട്ട് വന്നു. പിന്നെ അവിടെ എല്ലാവരും തമ്പുരാട്ടിക്ക് നേർച്ച കൊടുക്കാൻ വേണ്ടി ക്യൂ നിന്നു. നല്ല തിരക്കായതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രദേശത്തോട്ടേ പോയില്ല. ഞങ്ങൾ അവിടെ പോയി ഇരുന്നതിനിടക്ക് നമ്മുടെ തൊണ്ടക്കുഴൽ വായ. പ്രിയ ചീന എല്ലാ നാട്ടിലും തൊണ്ടക്കുഴൽ തന്നെ പറയാ? അറിയില്ല, ചിലപ്പോൾ ഓരോ നാട്ടിൽ ഓരോ പേരായിരിക്കും. ഇനി അവിടെ ശാസ്തപ്പൻ്റെ നേർച്ച വെള്ളാട്ടമാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അനിയൻ്റെ പേരിലും വെള്ളാട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്നത്. അനാമി, എത്ര ശാസ്തപ്പൻ ഉണ്ടായിരുന്നു ടോട്ടല്? 6 ശാസ്ത്രപ്പനും ഉള്ളത്. കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നില്ല, എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് നിന്നിട്ട്. നീ കണ്ടിങ്ങനെ വെള്ളാട്ടം? ഞാനെല്ലാം കണ്ടു. ഞാനും കണ്ടു.
വെള്ളാട്ടെല്ലാം കഴിഞ്ഞു, നേർച്ചയ്ക്കിരുന്നു. പിന്നെ തിരക്ക് കാരണം പറഞ്ഞല്ലോ, പിന്നെ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ആനേനെ കണ്ടായിരുന്നു. 1 അല്ല 2 അല്ല എത്രയാ 3 ആനകളെ നമ്മൾ കണ്ടു. യെസ്. അപ്പോൾ അവിടുത്തെ കാഴ്ച വരവിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവച്ചതായിരുന്നു ആനേനെ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ അല്ലേ? ദൂരെ നിന്ന് കാണുന്ന സമയത്ത് ശരിക്കും ഒറിജിനൽ ആനയെ പോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ വരുമ്പോൾ നമ്മൾ ഡാൻസ് എല്ലാം കണ്ടിട്ടില്ല പ്രിയേച്ചി? യെസ്, ഡാൻസ് ഉണ്ടായിരുന്നു. പിന്നെന്തായിരുന്നു ഉണ്ടായ? വേറെ ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ അവിടെ. പിന്നെ കുറേ മുന്നോട്ട് പോയ സമയത്ത് നമ്മൾ ഇത് കണ്ടത്. ഇത് കണ്ടിട്ടില്ലേ? നല്ല രസമില്ല കാണാൻ. ഇവര് നമ്മളോട് ടാറ്റയെല്ലാം പറത്തില്ലേ പ്രിയേച്ചി? നല്ല ഫുള്ള് രസമില്ല കാണാൻ, ഫുള്ള് ലൈറ്റ് എല്ലാം വെച്ചിട്ട്. പിന്നെ അവിടെ നേരെ നമ്മളെങ്ങോട്ടാ പോയാ നവി? ബെസ്റ്റ് ബോംബെ ഹോട്ടൽ. അവിടെ പോയിട്ട് എന്തൊക്കെ ഓർഡർ ചെയ്തേ? പൊറോട്ടയും ചില്ലി ചിക്കനും. നല്ല വിശപ്പുണ്ടായിരുന്നല്ലോ എല്ലാവർക്കും. അതെ, നമ്മൾ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം 10 എങ്ങാനായിട്ടുണ്ടായിരുന്നു. ആരും ഫുഡും കഴിച്ചിട്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ നേരെ ബോംബെയിൽ പോയി നല്ല അടിപൊളി പൊറോട്ടയും ചില്ലി ചിക്കനും കഴിച്ചു. എന്നിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. അതായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. വേറെ എന്തെങ്കിലും വിശേഷം പറയാനുണ്ടോ നവി? എങ്ങനെയുണ്ടായിരുന്നു തെയ്യമല്ലോ? നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരിക്കില്ലേ ലാസ്റ്റത്തെ തെയ്യം വ്ളോഗ് ഈ വർഷത്തെ? ഇനി എവിടെയെങ്കിലും തെയ്യത്തിന് തോന്നുന്നുണ്ടോ? ഇനി എവിടെയും തെയ്യില്ലല്ലോ? ഇല്ല എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ കണ്ടതിൽ സന്തോഷം. താങ്ക് യു. ബൈ പറ. ബൈ.